ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പോൾ എല്ലാവരും ഡ്രൈവർ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നോക്കേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മനസ്സിലാവും അല്ലേ? ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ആദ്യം ഇതിന്റെ സിലബസ് എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ഡ്രൈവർ എക്സാമിന് ഹെൽപ്പ് ആവുന്ന കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് പറഞ്ഞത് ആരാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ അങ്ങനെ വിശേഷിപ്പിച്ച ആരാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. നമുക്കിപ്പോ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശം ഉണ്ട് അല്ലെ? നിലവിൽ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 6 മൗലിക അവകാശമാണുള്ളത്. ഒരു അവകാശത്തെ എന്ത് ചെയ്തു? നമ്മൾ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റി. ഏതിനെയാണ് മാറ്റിയത്? നമ്മൾ സ്വത്ത് അവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പൊ സ്വത്ത് അവകാശം എന്ന് പറയുന്നത് എന്ത് അവകാശമാണ്? അതൊരു നിയമ അവകാശമാണ് അല്ലെ? അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഏതിൽ കൂടിയാണ്, ഏത് അമെൻമെന്റിൽ കൂടിയാണ് നമ്മൾ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റി എന്ന് ചോദിച്ചാൽ ഏത് അമെൻമെന്റ് ആണ്? 44-ാം അമെൻമെന്റ്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ നമ്മൾ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോ നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ 6ാമത്തെ മൗലിക അവകാശമായിട്ട് പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 32-ലാണ് അല്ലെ? 32. ആർട്ടിക്കിൾ 32 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 32 ആണ്. അതിനെയാണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 32-ന് വേറൊരു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്താണ് ആർട്ടിക്കിൾ 32-ന്റെ വേറൊരു പ്രത്യേകത പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, നമ്മുടെ മൗലിക അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മൗലിക അവകാശം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റീഷ്യബിൾ ആണ്. മൗലിക അവകാശം സ്ഥാപിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു പൗരൻ എന്താ? കോടതിയെ സമീപിച്ചാൽ. എല്ലാ കോടതികളെയും സമീപിക്കാൻ പറ്റില്ല. ഏതൊക്കെ കോടതികളെ സമീപിക്കാൻ പറ്റും? സുപ്രീം കോടതിയെ സമീപിക്കാം, അതുപോലെ ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പൊ സുപ്രീം കോടതിയെ ഹൈക്കോടതിയെ മാത്രമേ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൗരനെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് അല്ലെ? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. അപ്പൊ സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ആർട്ടിക്കിൾ 32 ആണ്. സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226. ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്നു. ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226. സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ആണ്. എന്താണ് ആർട്ടിക്കിൾ 32-ന് പറയുന്നത്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 32 തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു അല്ലെ? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. മൗലിക കടമകൾ പിന്നീടാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമുക്കിപ്പോ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട് അല്ലെ? അപ്പോൾ തുടക്കത്തില്
ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എത്ര മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു? 10 മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇപ്പൊ നമുക്ക് നിലവില് 11 മൗലിക കടമകളുണ്ട്. ഈ 11ാമത്തെ മൗലിക കടമ എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ആരുടെയാണ്? അവരുടെ വിദ്യാഭ്യാസത്തിന് ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ രക്ഷിതാക്കൾക്കാണ് എന്ന് പറയുന്നതാണ് 11ാമത്തെ മൗലിക കടമ. അപ്പൊ 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 86ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ കൂടിയാണ്. 2002ലാണ് 86ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓക്കെ, അപ്പോൾ ഈ മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USSRൽ നിന്നാണ് അല്ലെ. USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കമ്മീഷൻ ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ കാരണമായ കമ്മീഷൻ, ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ ഏത് കമ്മീഷന്റെ ആണ്? സോരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ നിലവിൽ നമുക്ക് 11 മൗലിക കടമയുണ്ട്. പക്ഷേ മൗലിക കടമകൾ എന്താണ്? നോൺ ജസ്റ്റീഷ്യബിൾ ആണ് അല്ലെ. ജസ്റ്റീഷ്യബിൾ അല്ല. മൗലിക കടമകൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു പൗരൻ എന്ത് ചെയ്യാ? പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റും. മൗലിക അവകാശം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റീഷ്യബിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14ലാണ് അല്ലെ. ആർട്ടിക്കിൾ 14ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ഈ ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന 2 പദവികളുണ്ട്. ഏത് പദവിയാണ്? ആർക്കൊക്കെയാണ് ഇളവ് ലഭിക്കുന്നത്? നമ്മുടെ പ്രസിഡന്റിനും അതുപോലെ ഗവർണർക്കുമാണ്. അപ്പോൾ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയും അല്ലെ. അപ്പൊ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമം മൂലമുള്ള പരിരക്ഷ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആ ഒരു ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവികൾ പ്രസിഡന്റിനും അതുപോലെ ആർക്കാണ്? ഗവർണറുടെയുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഞാൻ പറഞ്ഞു നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ആശയങ്ങളും ഓരോ രാജ്യത്ത് നമ്മൾ കടമെടുത്തിരിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ മൗലിക അവകാശമാണെങ്കിൽ മൗലിക അവകാശം എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USA നിന്നാണ്. അതുപോലെ റിട്ടുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. അതുപോലെ തന്നെ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയാണ്. ഓക്കെ, അപ്പൊ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം കടകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അതും നമ്മുടെ USA നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ആമുഖം എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USA നിന്നാണ് ആമുഖം എന്ന ആശയം എടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പൊ നമുക്കറിയാം സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം ഏതിലാണ് വരുന്നത്? നമ്മുടെ മൗലിക അവകാശങ്ങളിലാണ് അല്ലെ. മൗലിക അവകാശങ്ങളാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഏതിലാണ്? മൗലിക അവകാശത്തിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് മൗലിക അവകാശത്തിൽ തന്നെ എന്തുണ്ട്? നമുക്ക് സമത്വം കഴിഞ്ഞ്, സമത്വത്തിനുള്ള അവകാശം കഴിഞ്ഞ അടുത്ത അവകാശം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 6 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അതിലാണ് ഇന്ത്യയിൽ എവിടെയും ഒരു പൗരന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഏത് മൗലികാവകാശത്തിലാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ കുറിച്ച് പറയുന്ന മൗലിക അവകാശത്തിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് തന്നെ റദ്ദാവും. അപ്പൊ അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലെ. എന്നാൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ റദ്ദ് ചെയ്യുന്ന മൗലിക അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് നമ്മുടെ എന്ത് അവകാശമാണ്? സഞ്ചാര സ്വാതന്ത്ര്യം. ഓക്കെ, എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലിക അവകാശമുണ്ട്. അത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ഓക്കെ,
നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് രാജ്യമാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് രാജ്യമാണ്? സ്പെയിൻ ആണ് അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിൻ ആണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ ഓരോ രാജ്യത്തു നിന്നും ഓരോ കാര്യങ്ങൾ എടുത്തു. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ എടുത്തിരിക്കുന്നത് ഐറിഷ് ആണ് അല്ലെ. അയർലൻഡിൽ നിന്നാണ്. ഇന്ത്യ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. എന്നാൽ ലോകത്ത് ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? അത് സ്പെയിൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് പറയുന്നത്? മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പറയുന്നത്? ഏത് ഭാഗത്തിലാണ് മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്തിലാണ് പറയുന്നത്? അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, ഏത് ഭാഗത്തിലാണ് പറയുന്നതെന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഏതിലാണ്? ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് അല്ലെ. ചൂഷണത്തിനെതിരായ അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 23ഉം 24ഉം ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ച് പറയുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നു. കരുതൽ തടങ്കൽ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തി AK ഗോപാലനാണ്. അപ്പോൾ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര നാൾ വരെ തടങ്കലിൽ വെക്കാൻ പറ്റും? 3 മാസം വരെ തടങ്കലിൽ വെക്കാം അല്ലെ. അതുപോലെ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ഒരു വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്ര മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 20, 23, 24 എന്തിനെ കുറിച്ച് പറയുന്നു? ചൂഷണത്തിനെതിരായ അവകാശമാണ്. ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 23ഉം 24ഉം ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ഡ്രൈവർ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ് അല്ലേ. അപ്പൊ നമ്മളിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ്? സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ. നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ക്ലാസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിനൊക്കെ പുറമെ എന്താണ്? എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു മെൻറ്റർ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെൻറ്റർ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ ആ ഒരു എക്സാം പാറ്റേൺ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇവിടെ കൂടുതൽ എക്സാമുകൾ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു മെൻറ്റർ ഉണ്ടാവും, മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സസ് ഫോർ ഓൾ ഡ്രൈവർ എക്സാം ഉണ്ട്. പിന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലേ, എത്ര റിവിഷൻ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ കാണുക. വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.